നമ്മളെ കയ്യിൽ പൈസയൊന്നും ഇല്ലാതെ കൊടുക്കാൻ. കേബിളിന്റെ ബോക്സ് ഓരോ വളപ്പിൽ വെക്കാനൊരു സമ്മതം. ഈ രണ്ടും. ഇതൊക്കെ മനോഹരേണ് പോയി പറഞ്ഞ പോരെ? ഞാൻ എത്ര പറഞ്ഞു, അതുകൊണ്ടല്ലേ ഞാൻ അങ്ങോട്ട് ഓടി വന്നത്. ഒരു വട്ടം കൂടെ 12 വട്ടം പറഞ്ഞു, കാര്യമില്ല. നീ പറഞ്ഞ നടക്കും. നീ പറഞ്ഞ നടക്കും, ഉറപ്പ്. ഒന്നും പഠിക്കണ്ട, ഞാനുണ്ടല്ലോ കൂടെ. 18,500. എൻ്റെ തമ്പി, ഇങ്ങനെ പോയ കാര്യങ്ങൾ എവിടെ ചെന്ന് നിൽക്കും? നിന്റെ ചെലവ് കുറയ്ക്കാൻ നീ തന്നെ വിചാരിക്കണം. ഇനിയിപ്പോൾ അടുത്തത് നോക്കട്ടെ. എന്താ മനോഹര, എൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയായാ? ഇത് മുതലാളിന്റെ ഭാര്യ. എനിക്കറിയാം, ഞാൻ കണ്ടിട്ടുണ്ട്. പരിചയമുണ്ടോ മനോഹരട്ടോ? ഓളെ എന്നെ കണ്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ കണ്ടിട്ടില്ല. അത് ശരി, അത് കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി? അത് തമ്പിച്ചേട്ടാ, ഒരു ചെറിയ കുഴപ്പമുണ്ട്. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല. നടക്കില്ല. ഈ മാസം മുതൽ പൈസ കൂട്ടിത്തരാന്ന് അമ്പിളിയും പറഞ്ഞിട്ടുള്ളതാ. അയ്യോ, അങ്ങനെ പറയില്ലേ, കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്തതാ. എന്റെ പറമ്പിൽ കൂടെ നിങ്ങൾക്ക് കേബിൾ വലിക്കണോ, ജംഗ്ഷൻ ബോക്സ് ഫിറ്റ് ചെയ്യണോ? എനിക്ക് എന്റെ 5000 രൂപ കിട്ടിയിരിക്കണം. അത് ചേട്ടാ, ഞങ്ങളുടെ പൈസ ഇല്ലാത്തോണ്ടാ ചോദിക്കണം, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് തന്നൂടെ? അമ്പിളിയോട് ദീർഘാഴ്ച തരാൻ പറ. അമ്പിളിക്ക് ഇന്നലെ പോയിട്ടല്ലേ ഉള്ളു, അത് ഞാൻ പറഞ്ഞോളാം. പക്ഷെ അതുവരെയെങ്കിലും ഒന്ന്. മനോഹര, കാര്യമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടില്ലേ? എന്നിട്ട് എന്താ? അതെ മുതലാളി, ഇക്കാര്യത്തിലൊന്ന് മാറ്റി പിടിക്കണം, ഇതൊന്ന് റെഡിയാക്കണം. എന്റെ 5000 രൂപ തരാൻ പറ്റുമെങ്കിൽ തന്നോ, അല്ലെങ്കിൽ പോയിക്കോ. അങ്ങനെ പറയരുത് ചേട്ടാ, അങ്ങനെ പറയല്ലേ. ഈ ഒരു ഒറ്റ വട്ടം ഒന്ന് സമ്മതിക്കും. ചേട്ടൻ ഒന്ന് ആലോചിക്കും. ഇപ്പൊ ഞങ്ങളുടെ പൈസ ഇല്ലാത്തോണ്ടല്ലേ ചോദിക്കണേ. എന്റെ 5000 രൂപ തന്നിട്ട് ജംഗ്ഷൻ ബോക്സ് വെക്കേ, കേബിള് വലിക്കേ, എന്ത് വേണേ ചെയ്തോ, അല്ലെങ്കിൽ ഇതേ പൊയ്ക്കോ. എന്റെ തമ്പി ചേട്ടാ, അവരെ കണ്ടിട്ട് പാവം തോന്നുന്നില്ലേ? അവരിവിടെ ജംഗ്ഷൻ ബോക്സ് വെച്ചിട്ട് പോയിക്കോട്ടേന്നേ. പിന്നീട് കൊണ്ടുവന്ന് പൈസ തരാന്നല്ലേ പറയണേ, അതിങ്ങോട്ട് ചെയ്തു കൊടുക്ക്. എന്തോ നിന്നോട് അഭിപ്രായം ചോദിക്കുമ്പോ നീ അഭിപ്രായം പറയാ, അത് ഞാൻ പറയും. ഒരു ചായ എടുക്കട്ടെ മോളെ? വേണ്ട ചേച്ചി, ചായ കുടിക്കണം ചേച്ചി. ഇറങ്ങൂല, തുമ്പിയെണ്ണം വിചാരിച്ചാലേ നടക്കൂ. തമ്പിയെണ്ണം. അതെ, പോയേ, പോ. നിങ്ങൾ എന്തിനാ ഇവിടെ നിൽക്കണേ? നിങ്ങളും പോയിക്കോ. അല്ല ചേട്ടാ, ഒന്നും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എനിക്ക് ആലോചിക്കാനൊന്നുമില്ല. എനിക്ക് എന്റെ 5000 രൂപ ഇപ്പൊ കിട്ടണം. ചേട്ടാ, അതല്ല, ഇവിടെ തന്നെ 19 വീടുകളില്ലേ? ഇന്നാണ് ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ഈ ബോക്സ് ഇപ്പൊ ഇവിടെ എടുത്തോണ്ട് പോയി ആർക്കും കേബിൾ കിട്ടൂല, എല്ലാരും വിളിച്ചോണ്ടിരിക്കും, ഒരു സമാധാനം തരത്തില്ല. അതുകൊണ്ടാ ചേട്ടാ, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യ്. ചേട്ടന് പൈസ എത്തിച്ചാ പോരെ, അത് ഞാൻ എത്തിച്ചോളാം. മോളെ, എന്റെ കാശ് കിട്ടാതെ ഒരു നിവർത്തിയില്ല. അമ്പിളിയും എന്നെ ഇതുപോലെ പല പ്രാവശ്യം പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്. ഇന്ന് തരാ, നാളെ തരാ, മറ്റന്നാ തരാ. പിന്നെ അവനെ മഷി ഇട്ട് നോക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് എന്റെ കാശ് കിട്ടണം. ചേട്ടന് പൈസ കിട്ടിയാ പോരെ, അത് ഞാൻ ഇന്ന് തന്നെ എത്തിച്ചോളാം. ഇന്ന് തരുമോ? ഇന്ന് തരും. എപ്പ തരും? ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ. 5 മണി വരെ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പൊ പൈസ കിട്ടിയില്ലെങ്കിൽ എല്ലാം പറിച്ച് ഞാൻ ആ തോട്ടിലേക്ക് ഇട്ടേക്കും. അത് ഞാൻ എത്തിച്ചോളാം, ഉറപ്പായിട്ട് ഞാൻ എത്തിച്ചോളാം. പിന്നെ എനിക്ക് എന്താ കുഴപ്പം? ആയിക്കോട്ടെ. ഷാഹിന, നീ എന്ത് വർത്താനാടാ പോയി പറഞ്ഞത്? എന്താ ഞാൻ പറഞ്ഞത് തെറ്റായി പോയോ? എന്റെ മുതലാളി ഇങ്ങനെ പറയില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏടുന്ന് എടുത്തിട്ട് പൈസ കൊടുക്കും നീ? എന്റെ മനോഹരയുടെ പൈസയൊക്കെ കൊടുക്കാന്ന് പറഞ്ഞില്ലെങ്കിൽ ആ ബോക്സ് എടുത്ത് കളയൂലേ, അപ്പൊ എന്ത് ചെയ്യും? ഷാഹിന, ഒരു തീരുമാനം എടുക്കുമ്പോ നല്ലോണം ആലോചിക്കണം. കേബിൾ ഓഫീസിൽ 10 പൈസ ഇല്ല മനോഹരേട്ടാ. എന്റെയും ഒന്നുമില്ല. ഒരു നീ വർത്താനിങ്ങനെ പറയല പൈസ കൊടുക്കാന്നാ. വൈകുന്നേരമാ പൈസ കൊടുക്കണാടാ. അപ്പൊ പിന്നെ ഇനി നമ്മൾ എന്ത് ചെയ്യും? മുതലാളി ചെയ്യുമ്പോൾ ചെയ്യണം. എന്ത് ചെയ്യാൻ? കടം മേടിക്കണം. കടം മേടിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റൂലേ? പറ്റൂല. എങ്ങനെ പൈസ കൊടുക്കും? അതെനിക്ക് അറിയില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ മുതലാളി കടം മേടിച്ച് ഗൾഫിൽ പോയി. അതുപോലെ ഷാഹിന മുതലാളിയും കടം മേടിച്ച് പോണ്ടി വരും. മനോഹരേട്ടാ, വെറുതെ ഓരോന്ന് പറയല്ലേ, കാശ് ഞാൻ എങ്ങനെങ്കിലും ശരിയാക്കിക്കോളാം. ഇങ്ങനെ തന്നെയാണ് എന്റെ മുതലാളിയും പറഞ്ഞത്. ഇപ്പാണ് ഷാഹിന എന്റെ മുതലാളിന്റെ ഭാര്യ ആയത്. അതെന്താ? എന്റെ മുതലാളി ഇങ്ങനെ പറയല്. എങ്ങനെ ശരിയാക്കിക്കോളാന്ന്. നടക്ക്. രാവിലെ ഇറങ്ങിപ്പോയതാ. ഒന്ന് വിളിച്ചു പറഞ്ഞൂടെ മനുഷ്യനെ ആദ്യം പിടിപ്പിക്കാനായിട്ട്? അങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ഇങ്ങോട്ട് വരട്ടെ.
കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ. അമ്മേ അമ്മ അമ്മ ഇവിടെ ഇരിക്കുകയായിരുന്നോ? എൻ്റെ അമ്മേ, ഇന്നത്തെ കാര്യമൊന്നും പറയണ്ട. നടന്നേ ഞാൻ ഒരു വഴിക്കായി. അമ്മേ കേൾക്കുന്നുണ്ടോ? ഞാൻ എത്ര വീടുകളാ കയറിയെന്ന് അറിയോ? എന്തെല്ലാം പ്രശ്നങ്ങളായി കേബിളിന്റെ പേരില്. ശരിക്കും ഞാൻ മടുത്തുപോയി. അമ്മേ എന്താ കഴിക്കല്ലേ? നാട് മുഴുവൻ തെണ്ടിത്തിരിഞ്ഞ് നടന്നു വരുന്നവർക്കേ വെച്ചുണ്ടാക്കി തരാൻ ഞാൻ ആരുടെ അടുക്കളക്കാരിയൊന്നുമല്ല. അമ്മ എന്താ ഇങ്ങനൊക്കെ പറയണേ? പിന്നെ എങ്ങനെ പറയണം? അത് ശരി, ഒരു വാക്ക് പോലും മിണ്ടാതെ കടന്നു പോയിട്ട് അവള് വന്നിരിക്കുന്നു. ഇവിടെ ഉള്ളവർ തിന്നോ കുടിച്ചോന്നോ അല്ലോ നീ അന്വേഷിക്കുന്നുണ്ടോ? അപ്പൊ ദേവിയേച്ചി വിടില്ലേ? ആ ദേവിക പോയി. പോയാ? എവിടെ പോയി? അനന്തം വന്ന് ഇടുക്കിക്ക് കൊണ്ടുപോയി. ആ അതെങ്ങനെയാ? വീട്ടിലിരുന്നാലേ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയുള്ളൂ. നാട് മുഴുവൻ തെണ്ടി നടക്കുന്നവരെങ്ങനെ ഇതൊക്കെ അറിയുന്നത്? അമ്മ ഞാൻ കേബിളിന്റെ കാര്യത്തിന് പോയത്. അച്ഛൻ പറഞ്ഞില്ലേ? അച്ഛൻ പറഞ്ഞിട്ട് വേണോ ഞാൻ നിന്റെ വിവരങ്ങൾ അറിയാനാണ്? നിനക്കൊന്ന് പറഞ്ഞിട്ട് പോയാൽ എന്തായിരുന്നു കുഴപ്പം? അമ്മ അത് അത്ര അത്യാവശ്യമായതുകൊണ്ട് പെട്ടെന്ന് പോയതാ, അതുകൊണ്ടാ. അത്യാവശ്യം. പക്ഷേ എന്നാലും ദേവിയേച്ചി ഇത് എന്ത് പണിയാ കാണിച്ചൊരു വാക്കുപോലും പറയാതെ പോയിക്കളഞ്ഞേ. ആ ചിലപ്പോ എന്നെ വിളിച്ചാണ്. വിളിച്ചിട്ടേ റേഞ്ച് ഇല്ലാത്തോണ്ട് കിട്ടാഞ്ഞായിരിക്കും. എന്നാലും ഒന്നും കാണാൻ പറ്റിയില്ല. അത് ശരി. അപ്പൊ ദേവിക പറയാണ്ട് പോയാലും നിനക്ക് വിഷമമുണ്ടല്ലേ? അപ്പൊ എന്നോട് പറയാണ്ട് പോയാലും എനിക്ക് വിഷമം ഉണ്ടാവൂലേ? അമ്മ ഞാൻ ദൂരെ എവിടെയും പോയതല്ലല്ലോ, ഇവിടെ അടുത്തൊക്കെ തന്നെ അല്ലായിരുന്നോ? അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ എന്തോരം ആദ്യം വിളിച്ചെന്നറിയോ? അമ്മ എന്തിനാ? അമ്മ ഞാൻ പോയത് റേഞ്ച് ഇല്ലായിരുന്നു, അതുകൊണ്ടാ വിളിക്കാനും പറ്റാഞ്ഞേ. അമ്മ ഇങ്ങനെ ദേഷ്യപ്പെടല്ലേ? ഞാൻ ദേഷ്യപ്പെടുന്നതിനാണല്ലോ കുറ്റം, നീ കാണിക്കുന്നതിനൊന്നുമല്ല. നീ കിണുങ്ങാണ്ട് പോകാൻ നോക്കിയ ഷൈന, നീ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അമ്മ എണീറ്റ് പോകാനല്ലേ ഷൈന പറഞ്ഞേ? അമ്മ പോടി അവിടുന്ന്. തമ്പുരാട്ടി വന്നോ? എവിടായിരുന്നു ഇതുവരെ? അപ്പച്ചി ഞാൻ കേബിളിനൊരു പ്രശ്നം വന്നപ്പോ അത് പരിഹരിക്കാൻ പോയതാ. ഓഹോ, അമ്പിളി ഇന്നലെ അങ്ങോട്ട് പോയതേ ഉള്ളു. അതിനു മുമ്പേ അവന്റെ കേബിൾ നീ അങ്ങേറ്റ് എടുത്ത് അല്ലേ? അപ്പച്ചി വെറുതെ ഇരുന്ന് ഇങ്ങനെ കുത്തിത്തെറിപ്പ് ഉണ്ടാക്കല്ലേ? ആ കുഴപ്പം ഉള്ളത് പറയുമ്പോ തുള്ളല് വരും. ഓ ഒന്ന് വെറുതെ വഴക്കുണ്ടാക്കല്ലേ. ബലരാമേട്ടൻ എന്തിനാ നാത്തൂനോട് ചൂടാവുന്നേ? നിങ്ങൾ എപ്പോഴെങ്കിലും എന്റെ സൈഡ് നിന്നിട്ടുണ്ടോ? ഇവിടെ എന്ത് വന്നാലും സഹിക്കാനായിട്ട് ഞാൻ ഒരുത്തി ഉണ്ടല്ലോ. എന്റെ പൊന്നു സീത, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്തായാലും ഇതുപോലൊരു പെണ്ണ് ഈ തറവാട്ടിൽ ഇതിനു മുമ്പ് കയറി വന്നിട്ടില്ല. കാര്യം എന്നൊക്കെ പറഞ്ഞാലും സീതാലക്ഷ്മി ആങ്ങളയുടെ കൂടെ വേലിയാടി പോകുന്നതാണെങ്കിലും ആങ്ങളയോട് ചോദിക്കാതെ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എന്റെ പൊന്നുമകളെ, പണ്ടത്തെ കാര്യം ഇവിടെ പറഞ്ഞിട്ട് എന്താ കാര്യം? ചാകിനി എന്നോട് പറഞ്ഞിട്ട് തന്നെ പോയത്. ഇനി ആരും അവളെ കൂടുതൽ ചോദ്യം ചെയ്യാൻ നിൽക്കണ്ട. ആരും അവളെ ചോദ്യം ചെയ്യാൻ വരുന്നില്ല. ഓ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താണെന്ന് ആങ്ങളയ്ക്ക് മനസ്സിലായോ? നമ്മുടെ വീട്ടിൽ നിന്ന് പെണ്ണുങ്ങൾ ആരും ജോലിക്ക് പോകണ്ടെന്ന്. അതാ പെണ്ണുങ്ങൾ ജോലിക്ക് പോയാൽ നാട് മുടിഞ്ഞു പോകും. നിങ്ങൾ നോക്കിയേ, ഇന്ദിരാഗാന്ധി, ഝാൻസി റാണി, ക്യാപ്റ്റൻ ലക്ഷ്മി, ഇവരൊക്കെ നാടിങ്ങനെ കിടുകിട വിറങ്ങിലിപ്പിച്ച സ്ത്രീകളാ. എന്തായാലും അടുക്കള നോക്കുന്ന പെണ്ണുങ്ങളാണ് അടിപൊളി. ഒരു പുരോഗമന ചിന്തയില്ലാത്ത കഴുത. എന്നിട്ട് പൊടി കേട്ടില്ലടി? എന്നിട്ട് പൊടി. നിന്നോടാ പറഞ്ഞത്. എന്നിട്ട് പൊടി. എന്നോടാണോ? അല്ലാതെ ശരി. മോളെ, മോള് ഒന്നും അത്ര കാര്യമാക്കണ്ട. ഇതൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. 2 ദിവസം കഴിയുമ്പം അങ്ങ് മാറിക്കോളും കേട്ടോ. അതെ, മനോഹരേട്ടൻ വിളിക്കണ്ടല്ലോ. ഹലോ മനോഹരേട്ടാ. കുഴപ്പമൊന്നും ഉണ്ടാവില്ല മനോഹരേട്ടാ. എല്ലാ വീട്ടിലും അങ്ങനെ കയറി ഇറങ്ങി പറയൊന്നും വേണ്ട. ഇന്ന് ആർക്കൊക്കെ കളി കാണാൻ പറ്റും. വെറുതെ എല്ലായിടത്തും ഇങ്ങനെ പോവല്ലേ മനോഹരേട്ടാ. ഞാൻ പറയണ കേക്ക്. കുഴപ്പമൊന്നും ഉണ്ടാവില്ലെന്ന് ഞാനല്ലേ പറയണേ. ഒക്കെ ശരിയാക്കാം നമുക്ക്. കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്യ കേട്ടോ. പോയി പിന്നെയും വിളിക്കൂ. ഹലോ മനോഹരേട്ടാ, പൈസ റെഡിയാവും. റെഡി ആക്കും ഞാൻ. അതെനിക്ക് അറിയാലോ മനോഹരേട്ടാ. കുറച്ചു നേരം കൂടെ അവിടെ നിൽക്ക്. പൈസയും കൊണ്ട് ഞാൻ വന്നോളാം.
ഓ, ആ തമ്പിയോടൊന്ന് പറ, ഞാൻ എന്തായാലും വരുന്നുള്ള കാര്യം. ഞാൻ നോക്കിക്കോളാന്നേ. ശരി. കഷ്ടൊന്നു. മാമ വിളിക്കുന്നല്ലോ. ഹലോ മാമ, ഇത് എവിടെയാ? ഞാനിവിടെ തൊഴുത്ത് നിൽക്കുന്നുണ്ട്, ഇങ്ങോട്ട് വാ. ആ ശരി. ഇതെന്താ ഇത്ര വൈകിയേ? റോഡ് മുഴുവൻ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുക, മന്ത്രി വരുന്നുണ്ട് പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം ഏൽപ്പിച്ച കുറച്ചെങ്കിലും ഉത്തരവാദിത്തം കാണിക്കണ്ടേ? ഉത്തരവാദിത്തം മന്ത്രി കാണിക്കണ്ടേ? 10 മണിക്ക് വരാന്ന് പറഞ്ഞ മന്ത്രി 12:00 വന്നത്. കൂടി കേറാന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിയുടെ വണ്ടി മതി 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 മതി, നിർത്ത്. ഞാൻ ഏൽപ്പിച്ച കാര്യം എന്തായി? പൈസയുടെ കാര്യല്ലേ? ശരി. 5000 അല്ലേ? അല്ല, ഇത് എന്തിനാന്ന് പറഞ്ഞില്ലല്ലോ. മാമ അതൊക്കെ ഉണ്ട്, പൈസ താ. കാര്യം പറ എന്തിനാന്ന്. മാമ അതൊരു ബിസിനസ് സീക്രട്ടാ. എന്നാ പൈസ തരാൻ പറ്റില്ല. മാമ താ പ്ലീസ്. എന്തൊക്കെ വിഷയം പറ കുട്ടിയോ. മാമ അത് കേബിളിന്റെ ഒരു കാര്യത്തിന് വേണ്ടിട്ടാ. കേബിളിന് എന്ത് കാര്യോ? അത് ഈ ജംഗ്ഷൻ ബോക്സ് ഇല്ലേ, ആ പെട്ടി. ആ പെട്ടി. അതൊരു വീട്ടിൽ വെക്കണമെങ്കിലേ 5000 രൂപ കൊടുക്കണം എന്ന് പറഞ്ഞു, അതിന് വേണ്ടിട്ടാ. ആ പെട്ടിക്ക് ഇല്ലല്ലോ 5000 രൂപ. നിനക്കത് വല്ല പോസ്റ്റിലും കെട്ടി തൂക്കിയാ പോലെ കുട്ടിയോ. എന്റെ മാമ പോസ്റ്റിലൊക്കെ എങ്ങനെ കെട്ടി തൂക്കും? എന്താ പ്രശ്നം? ഉള്ള പോസ്റ്റെല്ലാം KCBയുടെ അല്ലേ, അതിൽ കെട്ടി തൂക്കണമെങ്കിൽ വല്ല പെർമിഷൻ എടുക്കോ, അതിന് വേറെ പൈസ കൊടുക്കോ ഒക്കെ വേണ്ടി വരും. ഇനിയിപ്പോ വല്ല മരത്തിലോ കൊമ്പിലോ ഒക്കെ കെട്ടി തൂക്കാന്ന് വെച്ചാല് പിള്ളേരൊക്കെ അത് എറിഞ്ഞുടക്കില്ലാന്ന് എന്താ ഇത്ര ഉറപ്പ്? ഉള്ളതെല്ലാം കുരുത്തം കേട്ട പിള്ളേരാ. അപ്പൊ ഒരു വീട്ടു വളപ്പിൽ വെക്കുവാണെങ്കിൽ എല്ലാം കൊണ്ട് സേഫാ. അതുകൊണ്ടാ ആ പൈസ ഇങ്ങി താ. അല്ല, അതൊരു വല്ലാത്ത ഗുലുമാല് പരിപാടിയാണല്ലോ. നമ്മുടെ ആവശ്യമായി പോയില്ലെങ്കിൽ താ. എന്തായാലും കൊണ്ടുവന്നല്ലേ, കൊടുക്ക്. 5000 ഉണ്ടല്ലോ അല്ലേ? മാമ ഒരു കാര്യം ചെയ്, ഇവിടെ ഇരിക്കേ. തൊഴുത്തിലോ? ഓ, ഇവിടെന്ന് വെച്ചാൽ അകത്ത് കയറി ഇരിക്കുക. ഞാനേ ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാം, അല്ലെങ്കിൽ ചിലപ്പോ അയാള് ആ ബോക്സ് എടുത്ത് വലിച്ചെറിഞ്ഞു കളയും. അല്ല, വീട്ടിൽ പറയുന്നില്ലേ? അതൊക്കെ ഞാൻ വന്നിട്ട് പറഞ്ഞോളാം. മാമ കയറി ഇരിക്കട്ടോ, ഞാൻ പോയിട്ട് വരാം. എന്തൊക്കെ കാര്യങ്ങൾ അവക്ക്. ഷാന കുട്ടിയേ, വരുന്നേ മങ്കിയമ്മ. അങ്ങോട്ട് പോയോ. കാര്യങ്ങള് നീ എന്തോടാ ഈ വെടി കൊണ്ട പന്നിയെ പോലെ നടക്കുന്നേ? അല്ലാതെ പിന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ച പിന്നെ എന്താ ചെയ്യാ? എന്താ ഭംഗിയമ്മ? എന്റെ കുട്ടിയെ ഒരു കാര്യം കൃത്യമായിട്ട് അറിയില്ലെങ്കിൽ അത് അറിയാവുന്ന ആരോടെങ്കിലും ചോദിക്കുക, അല്ലാണ്ട് തന്നിഷ്ടം അങ്ങോട്ട് ചെയ്യല്ല ചെയ്യാ. അല്ല, നീ ആരുടെ കാര്യം പറയുന്നേ? ഭംഗിയമ്മ കാര്യം എന്താന്ന് വെച്ചാൽ തെളിച്ചോ, എനിക്ക് മനസ്സിലാവണില്ല. കുട്ടി ആരോട് ചോദിച്ചിട്ടാ 5000 രൂപ എടുത്തിട്ട് പട്ടാളം നമ്പിക്ക് എടുത്ത് കൊടുത്തേ? അത് പിന്നെ ഭംഗിയമ്മ അങ്ങനെ ചെയ്യാതെ പറ്റില്ലായിരുന്നു. അതെന്താ? ഇന്നാണ് ക്രിക്കറ്റ് കളിയൊക്കെ ഉള്ള ദിവസമല്ലേ, അപ്പൊ ആ ബോക്സ് അവിടെ വെക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ആകെ പ്രശ്നമാവും, അതുകൊണ്ട് ചെയ്തതാ. അപ്പൊ ആളുകൾക്ക് കളി കാണാനുള്ള സഹായം നീ കാശ് കൊടുത്തിട്ട്. അപ്പൊ ഇതേപോലെ വേറെയും വീടുകളിലൊക്കെ ഇതേമാതിരിയുള്ള ഈ ജംഗ്ഷൻ ബോക്സാ എന്താ സാധനം വെച്ച് കൊടുത്തിട്ടുണ്ട്. അവരൊക്കെ വന്നിട്ട് കാശ് ചോദിച്ചാ നീ എടുത്ത് കൊടുക്കുവോ? നീ അവളെ ഇങ്ങനെ കുറ്റപ്പെടുത്തരുത്. എന്റെ അളിയ, ആ പട്ടാളം തമ്പി ആളുകളുടെ ഇടയിൽ വെച്ച് ഈ കാര്യം കണ്ട് പറഞ്ഞപ്പോ എന്റെ തൊലി അങ്ങോട്ട് ഉരിഞ്ഞു പോയി. ഇങ്ങനെ സ്ഥാപനം നടത്താൻ വേണ്ടിയിട്ടാണോ അമ്പിളികളെ ഏൽപ്പിച്ചു പോയത്? അമ്മ അതൊക്കെ ശരിയായിക്കോളും. ശരിയായിക്കോളും എന്ന് പറഞ്ഞാൽ ശരിയാവണം അപ്പുണ്ണിയെ. ശരിയല്ലാണ്ടായ നമ്മൾ പറയണം, അതാണ് അതിന്റെ ശരി. അതുകൊണ്ട് ഞാൻ പറയണത്. അല്ല, അതൊക്കെ പോട്ടെ, ഇതിനുള്ള കാശ് എവിടുന്ന് കിട്ടി? പൈസ ഞാനാ കൊടുത്ത്. അതെയോ? വളരെ നന്നായി. എന്റെ ജമാല, തനിക്ക് വേറെ പണിയില്ലേ? ഇങ്ങനെ ഓരോ കാര്യം വെച്ചിട്ട് നിങ്ങൾ അങ്ങോട്ട് പോകും, പിന്നെ അടുത്ത ആൾക്കാർ വരുമ്പോൾ ഞങ്ങൾ ഇതിന്റെ പിന്നാലെ നടക്കേണ്ടി വരും. അതെ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ഇനി നിങ്ങളൊക്കെ നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താ അങ്ങോട്ട് ചെയ്തു. നോക്കിയും കണ്ടും കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ അപകടമില്ല, അതുകൊണ്ട് പറഞ്ഞല്ലോ. അപ്പൊ അമ്മാവൻ എന്തിനെങ്കിലും ദേഷ്യപ്പെട്ട് വരണം? അത്ര സ്നേഹത്തോടെ പറഞ്ഞൂടെ? അമ്പിളിയോടെ ഇല്ലാത്തല്ലേ, അവക്ക് വിഷമാവൂലേ? എടാ അപ്പുണ്ണി, അതുകൊണ്ട് തന്നെയല്ലേ നമ്മൾ ഇത്ര ഗൗരവത്തിലെ ഒരു കാര്യങ്ങൾ ചോദിക്കണേ.
അവള് നമ്മുടെ വീട്ടിൽ കുട്ടി തന്നെയല്ലേ? പിന്നെ നമ്മൾ ചോദിക്കണ്ടേ? സ്നേഹത്തോടെ പറയാൻ എന്താ വല്ല കല്യാണക്കാരിയാണോ? പിന്നെ ജമാലെ, ഈ ആളുണ്ടല്ലോ, ഈ പട്ടാളം തമ്പി എന്ന് പറഞ്ഞ ആള്, ഇത്ര വൃത്തികെട്ടൊരു മനുഷ്യൻ. എന്തെങ്കിലും ഒന്നും അങ്ങോട്ട് കിട്ടിയ നാടാകെ അങ്ങോട്ട് പരത്തും. ഇയാൾ ഇനി ആളുകളോടൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10-750 കണക്ഷനുകളാണ് അമ്പിളിക്ക്. ഈ ബോക്സ് വെച്ച വീട്ടിലെ ആളുകളെ കൂടി ഇങ്ങോട്ട് വന്നാണ്ടല്ലോ, കാശ് എത്ര കൊടുക്കേണ്ട വരികയെന്നറിയോ? വെറുതെ ഒന്നുമല്ല ഞാൻ ഈ കിടന്ന് ചാടണേ. ഒന്നങ്ങോട്ട് കണക്ക് കൂട്ടിക്കോ. 5000 ഉറുപ്പ്യ വെച്ചിട്ട് ചുരുങ്ങിയത് ഒരു 10-30 ബോക്സിങ്ങിലാവും വെച്ചിട്ടുണ്ടാവും. 3-15 1.5 ലക്ഷം ഉറുപ്പ്യ. ആ കൊടുക്കാണെങ്കിൽ അങ്ങ് ഉണ്ടാക്കി വെച്ചോ. എന്നോട് ചോദിച്ചു വന്നാൽ ഞാൻ കൈമലർത്തും. സങ്കടമുള്ളവരൊക്കെ അങ്ങോട്ട് എടുത്ത് കൊടുക്കുക. പറഞ്ഞില്ല എന്ന് വേണ്ട. അച്ഛാ, അമ്മാനോട് പറഞ്ഞേക്കട്ടോ, ഇനി ഇങ്ങനെയൊക്കെ പെരുമാറിയാൻ ഞാൻ പ്രതികരിക്കുന്നു. എന്താ അച്ഛനൊരു തമാശ? അല്ലെങ്കിൽ ഇവിടെ എങ്ങനെയാ? ഞാൻ എന്ത് ഗൗരവത്തിൽ പറഞ്ഞു? ഇവിടെ ആർക്കും ഒരു വിലയില്ല. പങ്കിയമ്മ വെറുതെ പറഞ്ഞായിരിക്കൂലേ? എന്ത് 13-15 1.5 ലക്ഷം ഉറുപ്പ്യ വെറുതെ ആയിരിക്കൂല. അമ്മ പറഞ്ഞിട്ട് അതിനകത്ത് കാര്യം ഉണ്ടാവും. ആ തമ്പിയില്ലേ, പട്ടാളം തമ്പി, അയാൾക്ക് ഇപ്പൊ കാശിട്ട് വരും. അയാൾ എല്ലാ വീട്ടിലും പോയി പറയില്ലേ? അപ്പൊ എല്ലാരും ഇവിടെ വരും, ബോക്സിൽ മുഴുവൻ. അപ്പൊ കൊടുക്കേണ്ടി വരും. പൈസക്ക് എന്തെങ്കിലും ആവശ്യം വന്നാലേ ഷായന എന്റെ അടുത്തല്ലേ ചോദിക്കാം, ജമാലിന്റെ അടുത്തല്ലേ ചോദിക്കാം. അപ്പൊ പൈസ ഉണ്ടാക്കി വെച്ചോ. അപ്പുണ്ണി സഹായിക്കില്ലേ? ഞാനോ? ഞാനെന്തിനാ സഹായിക്കണേ? പള്ളിയിൽ പോയിട്ട് ഇപ്പോഴേ പറഞ്ഞു വെച്ചോ, അവിടെ നിന്ന് ഇരിക്കും. അതേ, പേടിക്കണ്ട, പങ്കിയമ്മാവ് വെറുതെ പറഞ്ഞായിരിക്കും. ആണോ? വാ. മനോഹരേട്ടാ, ഞാൻ പറയുന്നു ആദ്യം അങ്ങോട്ടൊന്ന് കേക്ക്. ഇപ്പൊ നമ്മൾ ആ ജംഗ്ഷൻ ബോക്സിന്റെ കാര്യമൊക്കെ ശരിയാക്കിയില്ലേ? നീ ഇപ്പൊ ആ കുടിശ്ശിക കിട്ടാനുള്ള വീട്ടിലൊക്കെ ഒന്ന് കേറ്. ഇപ്പൊ തന്നെ കേറണം. ബുദ്ധിമുട്ടൊക്കെ എല്ലാവർക്കും ഉണ്ടെന്ന് പറയും, നമ്മളും ബുദ്ധിമുട്ടില്ലല്ലേ? ചായയൊക്കെ പിന്നെ കുടിക്കാൻ മനോഹരേട്ടാ, അത് ഈ കാര്യമല്ലേ നടക്കണ്ടേ? ശമ്പളമൊക്കെ തരാം, മുതലാളി പറയുന്ന പോലെ ഒന്നും അല്ല. കേറണം കേട്ടോ, ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങി നടക്കരുത്. ചായയൊക്കെ കുടിച്ചു അതിൻ്റെ ഇടയ്ക്ക് എപ്പോഴേലും. പിന്നെ ചായ കുടിക്കാൻ പൈസ നമ്മുടെ കമ്പനിയിൽ നിന്ന് എടുക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ബില്ല് കറക്റ്റായിട്ട് തന്നേക്കണം കേട്ടോ. എന്നാ ചെല്ല്. ശരി. എന്തൊരു കഷ്ടമായിട്ടൊന്ന് നോക്ക്. ഭ്രാന്ത് പിടിക്കും ഓരോ പ്രശ്നങ്ങൾ. ഷായ്ന, അതെ ഞാൻ വിളിച്ചല്ലോ, പിന്നെ എന്തിനാ അതിന്റെ മേളിൽ കയറി വിളിക്കുന്നത്? അതെ, ഇക്ക വിളിച്ചതിനകത്തൊരു ദേഷ്യമില്ലായിരുന്നു, അത് ഞാൻ കയറ്റി വിളിച്ചത്. തന്നല്ലേ? ഈ ഡേറ്റ് എനിക്ക് പഴയ പോലെ ദേഷ്യം കിട്ടുന്നില്ല. പാപ്പ, ഉമ്മ, എന്താ രണ്ടാളും ഭയങ്കര ദേഷ്യത്തിലാണല്ലോ? കണ്ടക്കയോ? അവളുടെ സ്വഭാവത്തിൽ എന്തോ മാറ്റമില്ലേ? എന്ത് മാറ്റം? പഴയ പോലെ തന്നെയല്ലോ, നോക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അതല്ല ഞാൻ പറഞ്ഞത്. പിന്നെ പണ്ട് നമ്മളെ കാണുമ്പോൾ ഇച്ചിരി സ്നേഹവും ബഹുമാനവും ഒക്കെ കൂടുതലായിരുന്നു. ഇപ്പൊ അതില്ല. ഇല്ലല്ലേ? അതെന്താ? എന്താ? സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ തുടങ്ങി. ഉമ്മ, എന്തെന്നാ രണ്ടാളും കൂടെ ഒന്ന് കുശിക്കുന്നേ? ഇങ്ങോട്ട് വാ, ഇവിടെ വന്നിരിക്കാം. ആദ്യം ഇരിക്കാൻ വിളിക്കുന്നു. ഉമ്മ, ഇങ്ങോട്ട് വാ. ഉമ്മ, എന്താ പറ്റി? വാപ്പ, എന്താ? വാപ്പ, കാര്യം പറ. ഷൈന, എനിക്ക് നിന്നോട് സീരിയസ് ആയിട്ട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. ഒരു മിനിറ്റ് വാപ്പ. ഒരു മിനിറ്റും ഇല്ല, ഞാൻ പറയുന്ന കേട്ടിട്ട് ഇനി നീ സംസാരിച്ചാൽ മതി. ഒരു കാര്യം സംസാരിക്കാൻ വരുമ്പോ ഇങ്ങനെയാണോ കാണിക്കുന്നത്? പറഞ്ഞാൽ മനസ്സിലാവില്ലേ നിനക്ക്? വാപ്പ, ഒറ്റ മിനിറ്റ് മതി. ഒറ്റ മിനിറ്റ് മതി. എന്താ മനോഹരേട്ടാ? ബില്ല് എഴുതണമെന്ന് ഞാൻ പറഞ്ഞല്ലേ? എഴുതണം. ശരി, അപ്പൊ വാപ്പ എന്തായിരുന്നു പറഞ്ഞു തന്നേ? പറയാം. അതായത് ഒരു കാര്യത്തിന് ഒരു തീരുമാനം എടുക്കുമ്പോ അത് മറ്റൊരാളോട് കൂടി ആലോചിക്കണമെന്ന് നിനക്കറിയാമോ? നീ ഒരു പെൺകുട്ടിയാ. അപ്പൊ ഈ വീട്ടിൽ ഇത്രയും പേരുണ്ടായിട്ടും അവരോടൊന്നും ആലോചിക്കാതെ ഇങ്ങനെ ഒരു പ്രവൃത്തിയാൽ നിനക്ക് എവിടെ നിന്നാ ധൈര്യം കിട്ടിയത്? ഒന്നും അല്ലെങ്കിലും ഒക്കെ പോട്ടെ, തടിവടി പോലെ ഞാൻ ജീവിച്ചിരിപ്പുണ്ടല്ലോ. എന്നോട് നീ ആലോചിച്ചോ ഒരു കാര്യം ചെയ്യുമ്പോ? പങ്കിയമ്മ വിളിച്ചല്ലേ വാപ്പേ? പങ്കിയമ്മാനൊന്നും ഞങ്ങളെ വിളിച്ചില്ല, പക്ഷെ ജമാല് ഞങ്ങളെ വിളിച്ചിരുന്നു. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞു. മനസ്സിലായി. ഞാൻ ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്നാ രണ്ടുപേരും കൂടെ പറയണേ? നീ ഇനി കേബിളിന്റെ പരിപാടിക്കൊന്നും പോവാൻ പാടില്ല.
നിന്നെ കൊണ്ട് കൂട്ടിയാ കൂടുന്ന ഒന്നും അല്ലിത്. അതെങ്ങനെ ശരിയാവും ഉമ്മ? അമ്പിളിക്ക് ഗൾഫിൽ പോയപ്പോ എന്നെ ഏൽപ്പിച്ചിട്ടല്ലേ പോയത്. അപ്പൊ ഞാൻ ചെയ്തില്ല പിന്നെ ആര് ചെയ്യും? കണ്ടോയിക്കാ, നമ്മുടെ മുഖത്ത് നോക്കി കമാന്നൊരു അക്ഷരം പറയാത്തവളാ ഇപ്പൊ തർക്കുത്തരം പറയുന്നു. ചോദിക്കാ നീ ഇത് ചെയ്തു ശരി. അപ്പോൾ നീ ഒരു കാര്യം മനസ്സിലാക്കണമായിരുന്നു. നീ ഈ വീട്ടിലേക്ക് വലിഞ്ഞു കയറി വന്നോളാം. ഇങ്ങനെ പറയാതെ, അവൻ വിളിച്ചിറക്കിക്കൊണ്ട് വന്നതല്ലേ. പ്രേമിച്ച് ഒളിച്ചോടിയല്ലേ, അല്ലാതെ ഇവിടെ നിന്ന് ആരും ക്ഷണിച്ചിട്ട് വന്നതല്ലല്ലോ. അതല്ല. അപ്പൊ വലിഞ്ഞു കയറി വന്നത് തന്നെ. അപ്പൊ അങ്ങനെയുള്ള നീ അതിൻ്റെതായ അച്ചടക്കം ഇവിടെ കാണിക്കണമായിരുന്നു. പോട്ടെ, ഇതെല്ലാം ചെയ്തു. ഇവിടെയുള്ള ഏതെങ്കിലും ഒരു അംഗത്തോട് നീ ഒരു വാക്ക് ചോദിച്ചോ? എന്റെ വാപ്പ, എനിക്ക് അപ്പൊ അങ്ങനെ ചെയ്യാനാ തോന്നിയത്, ഞാൻ അങ്ങനെ ചെയ്തു. തോന്നിയ പോലെ ചെയ്യുന്നവരെയാണ് തോന്നിയവാസികൾ എന്ന് പറയുന്നത്. നീ ഈ വീട്ടിലൊരു തോന്നിയവാസി ആയില്ലേ? ആയില്ലേ? നിനക്ക് ഇതൊക്കെ ചെയ്യാം, പക്ഷേ ഒരു കാര്യം വേണം, കർമ്മകുശലത. അത് നിനക്കില്ല. വാപ്പ എന്തൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. ഓഹോ, ഇപ്പൊ മോക്ക് വാപ്പ പറയുന്നൊന്നും മനസ്സിലാവുന്നില്ല അല്ലേ? മനസ്സിലാവില്ല. നിന്നെ ഇത്രയും വളർത്തി വലുതാക്കിയില്ലേ, വാപ്പ പറയുന്ന ഒന്നും നിനക്ക് മനസ്സിലാവില്ല കേട്ടോ. മോക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് കേട്ട് എല്ലാം ഞാൻ കേട്ടു. 19 കൊല്ലം ജീവിച്ച് എവളെ വളർത്തി ഈ പരുവാക്കി. ഇപ്പൊ വാപ്പ പറയണത് അവക്ക് മനസ്സിലാവില്ല പോലും. നമ്മളില്ല പോവാണ്. ഇല്ല. പറ, എന്തിനാ നീ അങ്ങനെ ചെയ്തേ? എന്റെ വാപ്പ അപ്പൊ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ 40 കണക്ഷൻ ഒറ്റയടിക്ക് കട്ടായി പോയനെ. ആ ഒറ്റ വീട്ടിലിരിക്കുന്ന ജംഗ്ഷൻ ബോക്സിൽ നിന്ന് ഈ 40 കണക്ഷനും പോന്നെ. ആ 40 കണക്ഷൻ കട്ടായ എത്ര രൂപ നഷ്ടം വരുമെന്ന് അറിയോ? ആ കണക്ക് വല്ലതും വാപ്പയ്ക്ക് അറിയോ? കണ്ട നിങ്ങളുടെ മോള് നിങ്ങളുടെ മുഖത്ത് നോക്കി കണക്ക് പറയുന്നു കേട്ടോ. എങ്ങനത് കേട്ട് നിക്കാൻ തോന്നിക്കാ? നമ്മളില്ലേന്ന് പറഞ്ഞ് പോയാ പറ്റൂ. ഇതിനൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ? ആ, എന്റെ ഉമ്മ കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കോ? അയ്യോ, ഞാൻ മിണ്ടാതിരിക്കണല്ലേ? പൊന്നേ കരളേന്നും പറഞ്ഞ് വന്ന കാലം പോലെ ഞാൻ താഴെ വെക്കാതെ കൊണ്ടു നടക്കുന്ന കൊച്ചല്ലേക്കാ എന്നോട് പറയുന്നത് കേട്ടോ, ഞാൻ മിണ്ടാതിരിക്കണോന്ന്.